ആരൊക്കെയോ ആശുപത്രിയില്ല, അച്ഛൻ ICUല. എന്താ സംഭവിച്ചെന്നറിയില്ല. പിന്നെ കാര്യവും കാരണവും നോക്കിയുള്ള സമയമൊന്നുമില്ല. താൻ വന്ന് വണ്ടി കയറ്. എന്തിന്? താൻ കയറ്. ഈ കേസിന് ഞാൻ രക്ഷപ്പെടുത്തി തരാം. അതെ, അമൃതയെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കണം. നീ ഇതിയോടണ്ട. നീ നിന്റെ കാര്യം നോക്കടാ. ഇതെന്റെ പെണ്ണിന്റെ കാര്യമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിലായോ? താൻ കയറ്. അല്ല, ഞാൻ വന്നാല്. താൻ വാ. പിന്നത്തെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. എവിടേക്കാ? ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്ക്. നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്ന, അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതെ, നീ രക്ഷകനാവണ്ട. അമൃതയെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. താൻ ഇവരുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കരുത്. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. താൻ വരുന്നുണ്ടല്ലേ? ഞാൻ വരാം. പക്ഷേ അനിയത്തിമാര് ആർക്കും ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. താൻ വാ. മോളെ, നീ പോവരുത്. ഞാൻ പോവും. അഭി, എനിക്ക് വിശ്വാസം. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യണം. ഹോട്ടലിൽ പൂട്ടി സീൽ ചെയ്യുക. ലാബിലെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് അടുത്ത നടപടിയുള്ളൂ. ഇത് അന്യായമാണ്. പഴകിയ ആഹാരങ്ങളൊന്നും നിങ്ങൾ അവിടുന്ന് പിടിച്ചെടുത്തിട്ടില്ല. ആഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടില്ല. പിന്നെ എന്ത് ന്യായത്തിലാണ് നിങ്ങൾ ഹോട്ടൽ അടച്ചു പൂട്ടണേ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കേണ്ടത് കോടതിയിലാ. ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു വരുമാന മാർഗം ഇതാ. ഇത് പൂട്ടിയ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതൊക്കെ വിഷം ചേർക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല സർ, ചെയ്യില്ല. എന്തായാലും ഹോട്ടൽ പൂട്ടാൻ സമ്മതിക്കില്ല ഞങ്ങള്. നിങ്ങളുടെ സമ്മതം പോലീസിന് ആവശ്യമില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു പൂട്ടണം? തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ 10-12 വായു വലിച്ച് ആശുപത്രി കിടക്കുന്നത്? ഇവിടെ ആവശ്യമില്ലാത്ത തർക്കം വേണ്ട. മുൻവാതിൽ പൂട്ടി സീൽ ചെയ്യ്. ലൈസൻസ് ഇവിടെ. അമൃത ചന്ദ്രൻ. അന്വേഷണ വിധേയമായി അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതിന് അമൃത ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? എവിടെ പോയി? ചേച്ചി ഇതെങ്ങോട്ട് പോയി? അവളെ ഇനി മഷിയിട്ട് നോക്കിയാൽ കാണില്ല സാറേ. കുഴപ്പമാവൂന്ന് കണ്ടപ്പോഴേ അഭിമന്യു ഒന്ന് അവളെ കൊണ്ടുപോയി. എങ്ങോട്ട്? അതെന്നോടാണോ ചോദിക്കുന്നത്? അവൻ അവളെ രക്ഷപ്പെടുത്തി. അങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവളെ കണ്ടുപിടിക്കും ഞങ്ങള്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അഭിയേട്ടൻ അറിയാമെങ്കിലേ ഇനി സംരക്ഷിക്കാൻ അങ്ങേരിക്കറിയാം. എന്നാലേ അവന്റെ കൂടെ അങ്ങനെ പോകരുതായിരുന്നു. ഞാൻ രക്ഷിക്കില്ലേ അവള്? ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. 24 മണിക്കൂറിനുള്ളിൽ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കും അവള്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.